ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വെക്കാൻ പോണത് ബീഫാണ് കേട്ടോ. ബീഫ് വരട്ടുകയാണ്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോഴേ നമുക്ക് ഉള്ളി ഇറച്ചി ഇതിലിട്ടിട്ടുണ്ട്, ബീഫ് ഇതിലിട്ടുണ്ട്. ഇനി ഉള്ളി ഇതിൽ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മസാലയൊക്കെ ഇട്ടിട്ട് വഴറ്റാം. അല്ല, കുഴച്ചിട്ട് നന്നായിട്ട് തിരുമ്പി കുഴക്കണം. എന്നിട്ട് നമുക്ക് ഇനി എന്താ വേണ്ടി, ഇതാ ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇനി തക്കാളി, പച്ചമുളക്. ഇനി നമുക്ക് വേണ്ടിയത് മല്ലിപ്പൊടി 5 സ്പൂണ്, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പെരുംജീരകപ്പൊടി 1/4 ടീസ്പൂണ്, 1/2 ടീസ്പൂണ് ഗരം മസാല, 1/2 ടീസ്പൂണ് മുളക് പൊടി. ഇതിട്ടിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്തിട്ട് കാണാം. ഇനി ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി. ജാസ്തിയായി പറഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഉപ്പ് പോരാ, കുറച്ചും കൂടി ഇട്ടാലാണ് അത് പാകമാകുള്ളൂ. അപ്പം മക്കളെ, നമുക്ക് ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മതി, ഇത്രയും ഒഴിച്ചിട്ട് ഇറക്കി അടുപ്പത്ത് വെച്ചിട്ട്, ഇത് നല്ല ഒത്തിരി ഒരു മൂപ്പുള്ള ഇറച്ചി പോലെ ഉണ്ട്. ഇന്നാൾ ഒരു ദിവസം വെച്ചിട്ട് നല്ല മൂപ്പായിരുന്നു. അപ്പോൾ ഇതിനൊരു 8 വിസിലെങ്കിലും അടിക്കാണ്ട് പറ്റൂല. അപ്പോൾ അത് മൂടിയിട്ട് നമുക്ക് അടുപ്പിൽ വെക്കാം. അപ്പോൾ നമുക്കിത് അടുപ്പ് കത്തിച്ചിട്ടേ വെക്കാം, അടുപ്പിൽ വെക്കാം. അപ്പം ഇതിന് സ്പെഷ്യലായിട്ട് നമുക്ക് ഇതാണുള്ളത്, തേങ്ങാച്ചോറ്. നമുക്ക് അതൊന്ന് നോക്കാം. തേങ്ങാച്ചോറ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ അധികം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടൊന്നുമില്ല. ഈ കപ്പിന് 1 കപ്പ് അരി, അതിൽ 2.25 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇതിപ്പോൾ വേവിച്ചെടുത്തത്. അപ്പോൾ എനിക്കെപ്പോഴും നന്നാവലില്ല, കേടുവരലാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് പെർഫെക്റ്റായിട്ട് കിട്ടി. അപ്പം ഇനി എല്ലാവരും അങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കേ താളിക്കാം. ബീഫ് താളിച്ചിട്ട് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങാച്ചോറ് ഞാൻ
വെക്കണത് അതിൻ്റെ അളവിനനുസരിച്ചിട്ട് എണ്ണ സംഖ്യ കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ അരി എടുത്തിട്ട് അതിൻ്റെ അളവ് കൂട്ടിയിട്ട് വെള്ളം വയ്ക്കുക. അങ്ങനെ ചെയ്താൽ മതി. ഇതൊന്ന് മൂത്ത് വരട്ടെ. അപ്പം ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.